ചലച്ചിത്ര താരങ്ങൾക്കിടയിൽ അവരുടെ ജീവിതത്തിൽ കാണാത്ത അപൂർവമായൊരു വാത്സല്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടു. മനോജ് കെ ജയനും അദ്ദേഹത്തിന്റെ മകൾ കുഞ്ഞാറ്റ, ഉർവശിയുടെയും കൂടി മകളാണ്. മനോജ് കെ ജയൻ, ഉർവശി ദമ്പതികളുടെ മകളാണ് കുഞ്ഞാറ്റ. കുഞ്ഞാറ്റ ഒരു പുതിയ ചിത്രത്തിലൂടെ സുന്ദരിയാണവൾ സ്റ്റെല്ല എന്ന സിനിമയിലൂടെ ആദ്യമായി നായികയാകുന്നു. ആ വിശേഷം പങ്കുവെക്കുന്ന ഒരു പ്രസ് മീറ്റിലാണ് വളരെ വികാരഭരിതനായിട്ട് അദ്ദേഹം ഉർവശിയെക്കുറിച്ചും മോളെക്കുറിച്ചുമൊക്കെ മനോജ് കെ ജയൻ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നു, ഉർവശിയുടെ സമ്മതത്തോടു കൂടിയാണ് മകൾ സിനിമയിലേക്ക് വരുന്നത്. ഉർവശി വിസമ്മതിച്ചിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും മകളെ ഞാൻ സിനിമയിലേക്ക് കൊണ്ടുവരില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ദാമ്പത്യ ബന്ധങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിന്റെ ലൈഫിൽ, ചലച്ചിത്ര താരങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്, വേർപിരിഞ്ഞു പോയാൽ അവരൊരിക്കലും ഇത്രമേൽ ആർദ്രമായി സ്നേഹത്തോടെ ആ വ്യക്തിയെ ഓർക്കുന്ന അപൂർവമായൊരു കാഴ്ചയാണ്, അപൂർവമായൊരു വാക്കുകളാണ് മനോജ് കെയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ച് കുടുംബമായി കഴിയുന്നു, കുഞ്ഞാറ്റൊപ്പമുണ്ട്. പക്ഷെ ആ മകളുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷകരമായ ഒരു പുതിയ പ്രഭാതം ഉണ്ടായപ്പോൾ അദ്ദേഹം ആദ്യം ഓർമ്മിച്ചത് ഉർവശിയാണ്. ഉർവശിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തൊണ്ട ഇടറി, ശബ്ദം വല്ലാതായിപ്പോയി, സങ്കടകരമായി, കണ്ണുകൾ നിറഞ്ഞു. ഒരു നല്ല മനുഷ്യന്റെ, ഒരു നല്ല ഭർത്താവിന്റെ, നല്ല ഒരു സുഹൃത്തിന്റെ ഒക്കെ വികാരഭാവങ്ങളാണ് നമ്മൾ കണ്ടത്. അച്ഛനെ ചേർത്ത് പിടിക്കുന്ന മകൾ, വളരെ അപൂർവ സുന്ദരമായ ഒരു നിമിഷമായിരുന്നു. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം ചെയ്താലും ജീവിതം എത്ര സുന്ദരമാണെന്നും ദാമ്പത്യ ജീവിതം എത്ര മനോഹരമാണെന്നും ബന്ധങ്ങൾക്ക് എത്രമാത്രം വിലയുണ്ടെന്നൊക്കെ ആ കാഴ്ച നമ്മൾ പഠിപ്പിച്ചു. ചലച്ചിത്ര ലോകം, സിനിമാ ലോകം നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുടുംബം തകർന്നു പോകുന്നു, പ്രണയത്തിന്റെയും കാമത്തിന്റെയും പേരിൽ കുടുംബം തകർന്നു പോകുന്ന സിനിമാ ലോകം കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. സ്നേഹാർദ്രമായ, സന്തോഷകരമായ, ആരെയും കണ്ണു നനയിപ്പിക്കുന്ന ആ കാഴ്ച. മനോജ് കെ ജയൻ, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, നിങ്ങളുടെ മകൾ, നിങ്ങളുടെ ഭാര്യ, എത്ര സുന്ദരമായ ഒരു ജീവിതം, സന്തോഷകരമായ, മാതൃകാപരമായ, എല്ലാ മലയാളികളെയും, എല്ലാ മനുഷ്യനെയും പ്രചോദിപ്പിക്കുന്ന ഒരു കാഴ്ച. ആ കാഴ്ച സമ്മാനിച്ച ആ നിമിഷങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു.